Hello friends, എൻ്റെ പേര് അഖിൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഡിംഗ് മെന്റേഴ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് മുതൽ നമ്മൾ സി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സി പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് അറിയുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് സൈഡിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു നോളജാണ്. ഏറ്റവും ബേസിക്കും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ബേസിക്സും കാര്യങ്ങളൊക്കെ സിയിലുള്ളത് അറിഞ്ഞിരിക്കുക എന്ന് പറയാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സി ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത് ടർബോ സി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ സി അല്ലെങ്കിൽ ജീനി അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ IDEs നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ടർബോ സിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരുപോലെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ടർബോ സി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ അതിൻ്റെ സെറ്റപ്പ് ഫയലാണ്. ഇത് നിങ്ങൾക്ക് നമ്മുടെ ടർബോ സിയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നും സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇതിനെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വലിയ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നോർമലി എല്ലാ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ടർബോ സി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ഈ സെറ്റപ്പ് ഫയലിന് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടർബോ സി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ബേസിക്സ് നമുക്ക് നോക്കാം. സി പ്രോഗ്രാമിംഗ്. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മൊത്തം ക്ലാഷ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് ഒന്നും ചെയ്യേണ്ട. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. എന്നിട്ട് ഫയലിൽ പോയിട്ട് ന്യൂ എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ന്യൂ വിൻഡോ. നിങ്ങൾ ന്യൂ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെയും ന്യൂ എടുക്കുക. ഇത് കുറച്ച് ടർബോ സി എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ബഗ്ഗുകളൊക്കെ ഉള്ള പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയാണ് നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കോഡിങ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഇതിനെ ഒന്ന് സേവ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക class1.c എന്നെന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, class1.c. നമുക്കറിയാം സി പ്രോഗ്രാമിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .c ആണ്. അത് നമ്മളെല്ലാ സി പ്രോഗ്രാമിങ്ങിൻ്റെയും ഫയലിൻ്റെ ലാസ്റ്റായിട്ട് എൻഡിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ചെയ്യുക. എല്ലാ സി പ്രോഗ്രാംസിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഈ പ്രിൻ്റ് സ്കാൻഎഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ക്രീനിൽ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യുക, യൂസറിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻപുട്ട് എടുക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സീൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സീരകത്ത് stdio എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡർ ഫയലിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ ഹെഡർ ഫയലിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ #include എന്നിട്ട് ഈ രണ്ട് ഓപ്പണിങ്ങും അല്ലെങ്കിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ stdio എന്ന് പറയുന്ന ആ ഒരു ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുക. stdio.h. ഈ .h നമ്മളിതൊരു ഹെഡർ ഫയലാണെന്ന് അറിയാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇത് എല്ലാ വേർഷനിലും നമ്മൾ കൊടുക്കണമെന്നില്ല. പക്ഷേ ടർബോ സി IDEയുടെ അകത്ത് നമ്മൾ .c സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെയിൻ ഫംഗ്ഷനിൽ നിന്നുമായിരിക്കും. ഓക്കെ, നമുക്ക് ഓരോ ഫംഗ്ഷനും ഓരോ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. എന്നാൽ റിട്ടേൺ ടൈപ്പ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻറ്റീജർ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഒരു ഫംഗ്ഷൻ നെയിമും ഉണ്ടാവും. നമ്മുടെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. എല്ലാ സി പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. ഓക്കെ, നമ്മൾ എല്ലാ ഫംഗ്ഷനും ഇതുപോലെ ഈ ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ പാരാന്തസിസ് കൊടുത്തിരിക്കണം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആർഗ്യുമെൻറ്റ്സും പാരാമീറ്റേഴ്സൊക്കെ പാസ് ചെയ്യാം. നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ തന്നെ ബ്രാക്കറ്റ് ഇടണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് താഴെ ഇങ്ങനെ ആക്കി വേണമെങ്കിലും കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് ചെയ്യുക. ജസ്റ്റ് ഫംഗ്ഷൻ
റിട്ടേൺ ടൈപ്പ് എഴുതുക, അതിനുശേഷം ഫംഗ്ഷൻ നെയിം കൊടുക്കുക, അതിൻ്റെ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് കൊടുത്താലും അതെല്ലാം ഈ ഒരു ഫംഗ്ഷൻ്റെ ബ്ലോക്കിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നും റിട്ടേൺ ചെയ്യാത്ത സാഹചര്യത്തിലാണ്. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി. ഫംഗ്ഷനെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്നും റിട്ടേൺ ചെയ്യാത്തൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിന് വോയിഡ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, വോയിഡ് എന്ന് പറഞ്ഞാൽ നൾ, അതായത് ഒന്നുമില്ല, ശൂന്യം എന്നാണ് അർത്ഥം. അപ്പോൾ വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ കുറച്ചുകൂടി യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാക്കറ്റ് ഓപ്പണിങ് ഇവിടെ ആയിട്ടാണ്. അതിപ്പോൾ പലർക്കും പല കംഫർട്ടബിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും നമ്മുടെ കമ്പൈലർ കോഡിനെ റീഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഹലോ വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് നമ്മുടെ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് എന്തൊരു കാര്യത്തിനാണെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഹെഡർ ഫംഗ്ഷനായ stdio.hൻ്റെ അകത്തുള്ള printf എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് പ്രിൻറ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റഡ് പ്രിൻറ്റിംഗ് ആണ്. ഓക്കെ, ഒരു ഫോർമാറ്റിൽ നമുക്കൊരു വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻറ്റ് എഫ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഇതൊരു മെത്തേഡാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, അത് stdio.hൻ്റെ അകത്തുള്ളത്. ഇതിനകത്ത് നമ്മൾ ചുമ്മാ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്തടിച്ചാലും അത് നമുക്ക് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഹലോ വേൾഡ്. ഇത് നമുക്ക് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ അകത്ത് ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ എൻഡിലായിട്ട് ഒരു സെമിക്കോളൻ കൊടുക്കണം. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൻഡ് ആയി എന്നുള്ള ഒരു അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടെയൊന്നും സെമിക്കോളൻ കൊടുത്തില്ല, ഇവിടെയും കൊടുത്തില്ല. കാരണം ഇതൊന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൻഡിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്തുള്ള ഈ ഒരു കാര്യമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻഡ് ആണ് ഈ ഒരു സെമിക്കോളൻ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എൻഡായി. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റൺ ആവും. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മളിതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഇറർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് കമ്പൈൽ പോയിട്ട് കമ്പൈൽ കൊടുക്കാം, അല്ലെങ്കിൽ Alt+F9 ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കമ്പൈൽ ചെയ്തിട്ട് ഇററോ വാർണിങ്സോ ഉണ്ടെങ്കിൽ അവർ പറയും. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ അപ്പം ഇനി നമുക്ക് ഈ കോഡിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാനായിട്ട് Ctrl+F9 അടിക്കുക. അപ്പോൾ നമുക്ക് ഒരു വിൻഡോ ഒന്നും കാണുന്നില്ല. കാരണം ഈ ഒരു എപ്പോഴാണ് ഈ ഒരു വിൻഡോ ഓപ്പൺ ആവേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വിൻഡോ ക്ലോസ് ആവേണ്ടത്. ഓക്കെ, ഇത് ഡിസ്പ്ലേ ആവുന്ന ഒരു CMD ടൈപ്പ് ഒരു വിൻഡോയിലായിരിക്കും. അപ്പോൾ അത് ഡിസ്പ്ലേ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒരു വോയിഡ് റിട്ടേൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ജസ്റ്റ് getch എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വിളിക്കണം. ഓക്കെ, ചില സമയത്ത് നമുക്കറിയാം ഈ ഒരു പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റ് ലാംഗ്വേജ് കൂടിയാണ്. അപ്പോൾ ചില സിസ്റ്റത്തിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് getch ഇങ്ങനെ ചുമ്മാ അടിക്കുമ്പോൾ അത് പ്രോട്ടോകോൾ മിസ്സിംഗ് എന്ന് പറയുന്ന ഒരു ഇറർ തരാറുണ്ട്. അതിന് കാരണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് conio.h എന്ന് പറയുന്ന വേറൊരു ഹെഡർ ഫയലോട് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം കമ്പൈൽ. ഓക്കെ, ഇപ്പം എനിക്ക് നിലവിൽ ഇററൊന്നുമില്ല. അപ്പോൾ ഞാൻ റൺ ചെയ്തു. ഇവിടെ നമുക്ക് ഹലോ വേൾഡ് 3 തവണ ഇവിടെ ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ മുമ്പ് റൺ ചെയ്ത എത്ര തവണ നമ്മൾ റൺ ചെയ്താലും ഈ ഹിസ്റ്ററിയിൽ ഈ റൺ ചെയ്ത വാല്യൂസൊക്കെ അവിടെ കിടക്കും. ഇപ്പം ഞാൻ ഇത് പിന്നെ റൺ ചെയ്താൽ ഒരു എക്സ്ട്രാ സാധനം കൂടി അവിടെ കയറി വരും. കണ്ടോ, ഹലോ വേൾഡ് എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്ലിയർ സ്ക്രീൻ ചെയ്യാറുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മുൻപ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിന് ഫുള്ള് ക്ലിയർ ചെയ്യുക ഫസ്റ്റ്, അതിനുശേഷം മാത്രം നമ്മൾ കോഡ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇററൊന്നുമില്ല, ചെക്ക് ചെയ്തു, റൺ ചെയ്യുക. ഹലോ വേൾഡ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹലോ വേൾഡ് പ്രോഗ്രാം. എൻ്റർ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ റിട്ടേൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ
നമ്മൾ തിരിച്ച് നമ്മുടെ കോഡിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ബേസിക്കായിട്ടുള്ള ഹലോ വേൾഡ് പ്രോഗ്രാം ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ടർബോ സി ആപ്ലിക്കേഷൻ എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് നമുക്ക് കുറച്ച് ഡൗട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫയൽ എന്ന് പറയുന്ന ഈ ഒരു മെനുവിൽ പോയിട്ട് ക്വിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓൾട്ട് എക്സ് ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് നമ്മളിത് സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇത് സേവ് ചെയ്തിട്ടില്ല, നിലവിൽ ഒന്നുകൂടി സേവ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മളിപ്പോൾ ചില സിസ്റ്റത്തിനകത്ത് ഇവിടുന്ന് ഡയറക്റ്റ് ക്ലോസ് ആയി പോകാറുണ്ട്, ചിലവിനകത്ത് ഇങ്ങനെ വരുമ്പോൾ പിന്നെയും എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ അത് ക്ലോസ് ആയി പോയിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സി പ്രോഗ്രാമിംഗ് ബേസിക് അല്ലെങ്കിൽ ക്ലാസ് നമ്പർ 1 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ബൈ.